ഹലോ, നമുക്ക് ഇന്നൊരു ബോട്ട് യാത്ര പോയാലോ? അപ്പോൾ നമ്മൾ ബോട്ട് യാത്ര പോകാൻ വേണ്ടിയിട്ട് പറശ്ശിനിക്കടവിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ പറശ്ശിനിക്കടവിലേക്ക് വന്നിട്ട് അവിടെ അന്വേഷിച്ചപ്പോൾ യാത്ര ബോട്ടുണ്ട് മാട്ടൂലേക്ക് അല്ലെങ്കിൽ വളപട്ടണം അങ്ങനെ പോകുന്നത്. പക്ഷെ അത് നമ്മൾ എത്തുമ്പോഴേക്കും ഒരു 12:30 മണിയൊക്കെ കഴിഞ്ഞായിരുന്നേ. അപ്പോഴേ 2 മണിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഉണ്ടായ ഹൗസ് ബോട്ടിൽ കയറാന്ന് വിചാരിച്ചു. അപ്പോൾ ഹൗസ് ബോട്ടിൽ കയറിയിട്ട് നമ്മൾ അതിന്റെ മുകളിലോട്ടേക്ക് കയറാട്ടോ, മുകളിലെ നിലയിലേക്ക്. അപ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ കാണാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് മുകളിലേക്ക് പോവാണ്. അപ്പോൾ ഈ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 50 രൂപയാണ്, കുട്ടികൾക്ക് വേണ്ട കേട്ടോ. അപ്പോൾ അങ്ങനെ 50 രൂപ കൊടുത്ത് കയറിയിട്ട് നല്ല സ്പേസ് ഉള്ള നല്ലൊരു ബോട്ടാണ്. നല്ല എന്താ പറയുക, നല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ളത്, നല്ല പാട്ടൊക്കെ വെച്ചിട്ട്. പിന്നെ കാഴ്ച നിങ്ങൾ അടിപൊളി കാഴ്ച കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ പറശ്ശിനിപ്പാലം മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാ അവിടെ ഇഷ്ടംപോലെ ബോട്ടുകൾ പോകുന്നുണ്ട്, സ്പീഡ് ബോട്ടായിട്ടും മറ്റും ബോട്ടുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ പറശ്ശിനിപ്പാലവും അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ഇതാ മുത്തപ്പൻ്റെ അമ്പലം കാണാൻ പറ്റും. പിന്നെ ഇഷ്ടംപോലെ ബോട്ട്സ് അവിടെ നിർത്തിയിട്ടുണ്ട് ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ കിട്ടിലും വ്യൂ ആണ്. എന്തായാലും നമ്മൾ മുകളിലും കൂടി ആയതുകൊണ്ട് തന്നെ അടിപൊളി വ്യൂ ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ആലപ്പുഴയും കാര്യമൊന്നും പോയിട്ട് നമുക്കൊന്നും കറങ്ങേണ്ട ആവശ്യമില്ല. ഒരു ബോട്ട് യാത്രയ്ക്ക് ഇത് നമുക്ക് അടിപൊളിയാണ്. കാരണം ഒരാൾക്ക് 50 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ അരമണിക്കൂർ നമ്മൾ അവിടെ നിന്ന് കറക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ ചാറ്റൽ മഴയും നല്ല പാട്ടും ബോട്ട് യാത്രയും നല്ലൊരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ അരമണിക്കൂർ നമ്മൾ കറക്കിയതിന് ശേഷം ഇതേ വീട് നമ്മൾ കണ്ട പാലത്തിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ എൻഡിൽ നല്ല ഒരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും കാണാനുണ്ടായിരുന്നു. നമ്മളവിടെ കയറിയിട്ടൊന്നുമില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ട്. നമ്മൾ വന്ന് അവിടെ ഇറങ്ങുന്ന സമയത്ത് ആ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും കൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദേ പിന്നെ ഓക്കെ.